തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിൽ പുതിയ സഹമന്ത്രി അധികാരമേറ്റ ശേഷം സുരേഷ് ഗോപി സന്ദർശനം നടത്തുന്നു. ഹലോ, അതെ 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 ഒരു വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, എപ്പോഴാണ് സുരേഷ് ഗോപി പള്ളിയിലേക്ക് എത്തിയത്? ഇപ്പോഴും സന്ദർശനം തുടരുകയാണോ? അല്പസമയം മുൻപാണ് ഇപ്പോൾ തൃശ്ശൂർ ലൂർദ് പള്ളിയിലേക്ക് സുരേഷ് ഗോപി എത്തിയതിനു ശേഷം ലൂർദ് മാതാവിനെ തൃശ്ശൂരിലുള്ള മണ്ഡലങ്ങളിലെ പരിപാടികളാണ്. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് പരിപാടികളുണ്ട്. കാരണം വിജയിച്ച ശേഷം അദ്ദേഹത്തിന് അധികം സമയം തൃശ്ശൂരിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂരിൽ വരികയും വിവിധ സ്വീകരണ പരിപാടികൾ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് റദ്ദാക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ലൂർദ് പള്ളി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം വിവിധ മണ്ഡലങ്ങളിലെ സ്വീകരണ പരിപാടികൾക്കായി പോകും. മറ്റ് എന്തൊക്കെ പരിപാടികളാണ് ഇന്ന് സുരേഷ് ഗോപിക്ക് അവിടെ ഉള്ളത്? സുരേഷ് ഗോപിയുടെ പരിപാടി എന്ന് പറയുന്നത് ആദ്യം പ്രധാന പരിപാടികളിലൊന്ന് ലൂർദ് പള്ളിയിലെ സന്ദർശനമാണ്. അതിനു മുൻപ് മുൻ മുഖ്യമന്ത്രിയായ കരുണാകരന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന മുരളി മന്ദിരത്തിലെത്തി പുഷ്പാർച്ചന അർപ്പിക്കുകയും അവിടെ അല്പസമയം ചെലവഴിച്ച ശേഷമാണ് ഈ തൃശ്ശൂർ ലൂർദ് പള്ളിയിലേക്ക് എത്തിയത്. ലൂർദ് പള്ളിയിൽ എത്തി അദ്ദേഹം പള്ളി സന്ദർശിക്കുകയും പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അല്പസമയത്തിനുള്ള വിവിധ മണ്ഡലങ്ങളിലെ സ്വീകരണ പരിപാടികളുണ്ട്. ആ പരിപാടികളിലേക്കായി അദ്ദേഹം ഇന്ന് കടക്കും. ആ പരിപാടികളിലേക്ക് പോകും. ഇന്ന് വൈകിട്ട് വരെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്വീകരണ പരിപാടികളും പൊതുയോഗങ്ങളും ഉണ്ട്. ശരി ഗോകുൽ. കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം തൃശ്ശൂരിൽ ലൂർദ് പള്ളി സന്ദർശനം നടത്തുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി. നേരത്തെ മുരളി മന്ദിരം സന്ദർശിച്ചിരുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരൻ്റെ വസതി സന്ദർശിച്ചു. അവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ലൂർദ് പള്ളി സന്ദർശനം നടത്തുന്നത്. തുടർന്ന് വിവിധ പരിപാടികൾ വിവിധ സ്ഥലങ്ങളിലായി ഉണ്ട് എന്നാണ് ഗൂഗിൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് നേരം ഉണ്ടാവുമോ ലൂർദ് പള്ളി സന്ദർശനം? കുറച്ച് അധിക സമയത്തേക്ക് ഉണ്ടാവുമോ? ഇപ്പോൾ അദ്ദേഹം ഈ പള്ളിയുടെ അടിപ്പള്ളിയിൽ നിത്യാരാധനയ്ക്ക് വേണ്ടി ഇരിക്കുകയാണ്. അത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത്. അവിടേക്ക് നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അവിടെ ആണ് അദ്ദേഹം ഇപ്പോൾ ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ലൂർദ് മാതാവിനെ വണങ്ങിയ ശേഷമാണ് ഇപ്പോൾ അടിപ്പള്ളിയിൽ നിത്യാരാധനയ്ക്ക് വേണ്ടി പോയത്. അതിനുശേഷം അതായത് ഇവിടെ അല്പസമയം പ്രാർത്ഥന അർപ്പിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങൂ. പിന്നീടായിരിക്കും അദ്ദേഹത്തിന് വിവിധ മണ്ഡലങ്ങളിൽ സ്വീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം BJP വലിയ രീതിയിലൊരു പ്രസ്റ്റീജിയസ് മണ്ഡലമായിരുന്നു തൃശ്ശൂരിനെ കണ്ടിരുന്നത്. അങ്ങനെ വലിയൊരു വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് സമയങ്ങൾ മാത്രമേ പിന്നീട് മന്ത്രിയെ ചുമതലയേൽക്കുന്ന സമയത്തടക്കം ഇവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. വിവിധ തിരക്കുകൾ ഉണ്ടായിരുന്നു, വിവിധ സ്ഥലങ്ങളിൽ പരിപാടികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരെ അടക്കം ഇവിടെ തൃശ്ശൂർ പരിപാടികൾ വച്ചിരുന്നെങ്കിലും ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും ഇന്നലെ കുവൈറ്റിലെ ദുരന്തം കാരണം അദ്ദേഹം അങ്ങോട്ട്, അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി അവിടേക്കായി പോവുകയായിരുന്നു. അങ്ങനെ തൃശ്ശൂരിലുള്ള പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വിവിധ മണ്ഡലങ്ങൾ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ടല്ലോ. വിവിധ സഭാ നേതൃത്വമൊക്കെ അനുകൂലമായ സമീപനം എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മുതൽ തന്നെ കാണുന്നുണ്ട്. വളരെ അനുകൂലമായി അനുഭാവം പ്രകടിപ്പിക്കുകയും മണിപ്പൂർ വിഷയത്തിലടക്കം അങ്ങനെ ഒരു മാറി അവരുടെ നിലപാട് മാറ്റമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തി ഈ ലൂർദ് പള്ളി സന്ദർശനത്തിലും ഒരു രാഷ്ട്രീയം
അത് കാണാൻ കഴിയുന്നതല്ലേ? തീർച്ചയായും ഈ ലൂർദ് പള്ളി സന്ദർശനം എന്ന് പറയുന്നത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള ഒരു സന്ദർശനമാണ്. ഇതിനു മുൻപുണ്ടായ ഈ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ലൂർദ് പള്ളിയിലുണ്ടായ സന്ദർശനം അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളടക്കം വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു വിഷയമായിരുന്നു. അപ്പോൾ ആ വോട്ടുകളൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൂർദ് പള്ളിയിൽ അദ്ദേഹം സന്ദർശിച്ചപ്പോഴൊക്കെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, വലിയ രാഷ്ട്രമായ മാറ്റങ്ങൾ ഉണ്ടായി. അത്തരത്തിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അദ്ദേഹം ഈ ലൂർദ് പള്ളിയിൽ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സമൂഹം, ഈ ക്രിസ്ത്യൻ സമൂഹം അല്ലെങ്കിൽ ലൂർദ് പള്ളി ഈ അടക്കമുള്ളവർ തനിക്കൊപ്പം നിന്നു എന്നുള്ള സന്ദേശം കൂടി നൽകുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശനമെന്ന് എടുത്തു പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഗോകുൽ, രാഷ്ട്രീയപരമായി വളരെ പ്രാധാന്യമുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയാണ് ഇതെന്ന് നമ്മൾ പറയേണ്ടി വരും. വ്യക്തിപരമാണ് എന്ന് പറയുമ്പോൾ പോലും അത്രയേറെ സഭയും സഭാംഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ തുണച്ചു എന്നതിൻ്റെ ഒരു ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെ ഒരു സന്ദർശനമായി കൂടി നമുക്കിതിനെ കാണണം.